ഇന്നത്തെ പ്രധാനപ്പെട്ട ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്സ് നമ്മൾ അമേരിക്കയിൽ നിന്ന് തന്നെ തുടങ്ങാം. അമേരിക്കയിൽ ഇന്ന് രാവിലെ തന്നെ കരോലിന ലെവിറ്റ്, വൈറ്റ് ഹൗസിന്റെ സ്പോക്സ് പേഴ്സൺ, അവരാണ് പത്രസമ്മേളനം തുടങ്ങിയത്. 40 മിനിറ്റോളം നീണ്ടു നിന്ന പത്രസമ്മേളനമാണ്. ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതുപോലെ തന്നെ ആഗോളതലത്തിൽ എണ്ണ വിപണിയിൽ നടക്കാനിരിക്കുന്ന മാറ്റങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ വലിയ രീതിയിലുള്ള ഒരു വിലയിരുത്തലായിരുന്നു നടത്തിയത്. അതിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം നമ്മൾ ജസ്റ്റ് എടുത്ത് ഒന്ന് ഡിഫൈൻ ചെയ്ത് പറയാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിൽ ഇന്ന് പ്രത്യേകിച്ച് സ്കോട്ട് ബെസന്റും ഒപ്പമുണ്ടായിരുന്നു ഈ പത്രസമ്മേളനത്തിൽ. അപ്പോൾ അവിടെ സ്കോട്ട് ബെസന്റ് പറഞ്ഞു വെച്ച കാര്യങ്ങളാണ് നമ്മളിവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച് നോക്കേണ്ടത്. അതിനകത്ത് ഇന്ത്യ, ചൈന രണ്ട് രാജ്യങ്ങളുടെയും പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ റഷ്യയുടെ പക്കൽ നിന്നും ഇറാന്റെ പക്കൽ നിന്നും ഇനി എണ്ണ വാങ്ങിക്കരുത്. ഇങ്ങനെ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അമേരിക്ക ഇതുവരെ ചൈനയ്ക്കും ഇന്ത്യക്കും കൊടുത്തിരുന്ന ഇളവുകൾ ഇനി ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞു വെക്കുന്നത്. പുള്ളിക്കാരൻ തന്നെ നേരിട്ട് അങ്ങ് പറയുകയാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇതുവരെ സോഫാർ ഇറാന്റെ പക്കൽ നിന്നും 4 മില്യൺ ബാരൽ എണ്ണ നമ്മൾ ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. ഈ ഇളവ് കൊടുത്തതിന് ശേഷം ഇറാന്റെ പക്കൽ നിന്നും ഇന്ത്യ വാങ്ങിച്ചിരിക്കുന്ന ക്രൂഡ് ഓയിലിന്റെ അളവാണ് 4 മില്യൺ ബാരൽ. അപ്പോൾ എന്തായാലും ഇതോട് നമ്മൾ നിർത്തേണ്ടി വരും. ഇറാനിൽ നിന്ന് വീണ്ടും എണ്ണ ഇറക്കുമതി ചെയ്യാൻ കഴിയുകയില്ല. കാരണം അവിടെ അമേരിക്ക പൂർണ്ണമായിട്ടും സ്റ്റേറ്റ് ഓഫ് ഹോർമൂസിലേക്ക് ഒരു ബ്ലോക്കേഡ് കൊണ്ടുവന്നിരിക്കുകയാണ്. പെർ ഡേ 20 കപ്പലുകളെങ്കിലും ഇറാന്റെ പക്കൽ നിന്നും പുറത്തോട്ട് പൊയ്ക്കൊണ്ടിരുന്നതാണ്. അതിപ്പം തടഞ്ഞു വെച്ചിട്ടുണ്ട് അമേരിക്ക. കഴിഞ്ഞ 46 മണിക്കൂർ കൊണ്ട് ഒരു കപ്പൽ പോലും ഇറാന്റെ പോർട്ടിൽ നിന്നും പുറത്തേക്ക് പോയിട്ടില്ല. അതാണ് നിലവിലെ അപ്ഡേറ്റ്. അപ്പോൾ അതൊരു സൈഡിൽ അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ അമേരിക്ക ഇന്ത്യക്കും ചൈനയ്ക്കും എന്ന് ചേർത്ത് പറയുമ്പോൾ ഇന്ത്യയും ചൈനയും ഇതുവരെ റഷ്യയിൽ നിന്നും വാങ്ങിക്കുന്ന എണ്ണയുടെ അളവിൽ എന്തെങ്കിലും കുറവ് വരുത്താനോ അല്ലെങ്കിൽ റഷ്യയുമായിട്ടുള്ള എഗ്രിമെന്റ് മുറിച്ച് മാറ്റാനോ ഇതുവരെ തയ്യാറായിട്ടില്ല. അതാണ് നിലവിലെ സാഹചര്യം. ഇനി താരിഫുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ, കാരണം ഇന്ത്യ ഇതിനെ സ്പെസിഫിക് ആയിട്ട് നോക്കിക്കാണുന്നത് ഇന്ത്യക്ക് മേളിൽ ചുമത്തിയിരുന്ന താരിഫ്, പ്രത്യേകിച്ച് പെനിറ്റീവ് താരിഫ്. അപ്പൊ ഈ താരിഫുമായിട്ട് ബന്ധപ്പെട്ട് ഒരു നെഗോസിയേഷൻ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു. ആ നെഗോസിയേഷൻ തടസ്സപ്പെട്ട് നിൽക്കുകയാണ് ഇപ്പോൾ. ആ നെഗോസിയേഷൻ തടസ്സപ്പെടാനുള്ള കാരണം ഇടയ്ക്ക് ഇന്ത്യയുടെ 25% താരിഫ് ഒരു 18% വെട്ടിച്ചുരുക്കിക്കൊണ്ട് അമേരിക്ക ഇന്ത്യക്ക് ഒരു ഇളവ് കൊടുത്തുകൊണ്ട് ഒരു എഗ്രിമെന്റിലേക്ക് തയ്യാറായിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ എഗ്രിമെന്റ് നിർഭാഗ്യവശാൽ സൈൻ ചെയ്യപ്പെട്ടിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ കോടതിയിൽ നിന്നൊരു വിധി വന്നിട്ടുണ്ടായിരുന്നു. ട്രംപിന് ഇങ്ങനെ ലോകരാജ്യങ്ങൾക്ക് മേളിൽ ഇങ്ങനെ താരിഫ് ഇടാനുള്ള അവകാശമില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വിധി അമേരിക്കൻ കോടതിയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ട്രംപ് വിചാരിക്കുന്നത് പോലെയുള്ള താരിഫ് ഒരു രാജ്യങ്ങളുടെ മേളിലും ചുമത്താൻ പറ്റില്ല എന്നുള്ളതാണ് നിലവിലെ അമേരിക്കയുടെ ലോ. അപ്പൊ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്തുകൊണ്ട് ഇന്ത്യ ഫെബ്രുവരി 24 അമേരിക്കയിലേക്ക് എത്തി സൈൻ ചെയ്യേണ്ടതായിരുന്നു ഈ എഗ്രിമെന്റ്. പക്ഷെ ഇന്ത്യ ആ ഒരു പോക്ക് വേണ്ടാന്ന് വെച്ചു, മാറ്റിവെച്ചു. അപ്പൊ അതുകൊണ്ട് ആ എഗ്രിമെന്റ് 18% താരിഫ് ഇന്ത്യ അംഗീകരിച്ചിട്ടില്ലായിരുന്നു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഫർദർ നെഗോസിയേഷൻ നെക്സ്റ്റ് വീക്ക് നടത്താൻ വേണ്ടിയിട്ട്, അതിൽ തുടർ ചർച്ചകൾ നടത്താൻ വേണ്ടിയിട്ട് അമേരിക്കയിൽ നിന്നും അമേരിക്കയുടെ കൊമേഴ്ഷ്യൽ സെക്രട്ടറി ഹാവേർഡ് ലുട്ടിനിക്കുമായിട്ട് ഇന്ത്യൻ ഡെലിഗേറ്റ്സിന് അപ്പോയിന്റ്മെന്റ് ഉണ്ട്. അപ്പൊ അത് നെക്സ്റ്റ് വീക്കിൽ ഇന്ത്യ അമേരിക്കയിലെത്തും. എത്തിയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട നെഗോസിയേഷൻ മുന്നോട്ട് പോകുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് താരിഫുമായിട്ട് ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് തന്നെ റഷ്യയുമായിട്ട് ബന്ധപ്പെട്ട എണ്ണ വാങ്ങിക്കുന്ന വിഷയത്തിൽ ഇന്ത്യ വ്യത്യസ്തമായ തീരുമാനമായിരിക്കും എടുക്കുന്നത്. അപ്പൊ അത് ഇറാൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ചൈനയുടെ അടുത്ത് അമേരിക്ക കാണിക്കുന്ന അതേ രീതിയിലുള്ള അപ്രോച്ച് ഇന്ത്യക്ക് ശരിയാവില്ല. അതാണ് നമ്മൾ മൊത്തത്തിൽ മനസ്സിലാക്കേണ്ടത്. ഇന്ത്യ അതിനെ കാണുന്നത് ഇങ്ങനെയാണ്. അപ്പൊ എന്തായാലും ഈ എണ്ണ വിൽപ്പനയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യക്ക് മേളിൽ പലതരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ശരിക്കും ആഗോളതലത്തിൽ തന്നെയുള്ള എണ്ണ വിപണിയെ അത് ബാധിക്കും. പ്രൈസ് ഉയരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതേപോലെ സ്കോട്ട് ബെസന്റ് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഇന്ത്യയും ചൈനയും അവർക്ക് വേണമെങ്കിൽ എണ്ണ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ, അതായത് UAE, സൗദി അറേബ്യ പോലത്തെ രാജ്യങ്ങളിൽ നിന്ന് എണ്ണ വാങ്ങിക്കാവുന്നതാണ്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ഏറ്റവും കൂടുതൽ ഇറാഖിൽ നിന്നാണ് എണ്ണ ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്നത്. ഇറാഖിന്റെ അവസ്ഥ ഇപ്പോൾ ഇച്ചിരി പരിതാപകരമാണ്. കാരണം ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൽ തന്നെ, ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് എന്ന് പറയുന്ന ഒരു എക്സാക്ട് പോയിന്റിന്റെ ഇപ്പുറത്ത് വെളിയിലാണ് അമേരിക്ക അവരുടെ വാർഷിപ്പുകൾ കൃത്യമായിട്ട് നിർത്തിവെച്ചിട്ട് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതേസമയം ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമോസിന്റെ ഉള്ളിൽ പേർഷ്യ ഗൾഫ് റീജിയൻ എന്ന് പറഞ്ഞിട്ട് അങ്ങ് അറ്റം വരെ, അതായത് ഇറാഖിന്റെ പോർട്ട് വരെയുള്ള ഏരിയ, ഇറാന്റെ കൊമനേയി പോർട്ട്, അത് കഴിഞ്ഞാൽ ഇറാഖിന്റെ പോർട്ട്, അത് കഴിഞ്ഞ് കുവൈറ്റ്, പിന്നെ അത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് ബഹ്റൈൻ, ഖത്തർ, സൗദി അറേബ്യ, UAE, അങ്ങനെ താഴെ ഒമാൻ, ഇങ്ങനെ ഒരു നീണ്ട ഏരിയ ഇങ്ങനെ കിടക്കുകയാണ്. ഈ ഏരിയയിൽ ശരിക്കും പറഞ്ഞാൽ അപ്പുറത്തെ സൈഡിൽ ഇറാഖിന്റെ സൈഡിൽ നിന്ന് നമുക്ക് എണ്ണ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൽ കയറി അങ്ങ് അറ്റം വരെ പോകേണ്ടതുണ്ട്. തികച്ചും ഇറാന്റെ ബോർഡറിന്റെ അടുത്തുകൂടിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അപ്പൊ ആ സാഹചര്യത്തിൽ അവിടെ സേഫ്റ്റി കുറവുണ്ട്. അപ്പൊ അത് ഇറാഖിന് ഒരു ഭീഷണിയാണ്. ഇറാഖ് ആണെന്നുണ്ടെങ്കിൽ അവര് ഇപ്പം സിറിയ വഴി 70,000 ബാരൽ പെർ ഡേ ആണ് ഇപ്പൊ അവർ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സിറിയ വഴി റെഡ് സീ റൂട്ടിലൂടെയാണ് അവരിപ്പോൾ കച്ചവടം നടത്തുന്നത്. അവരിപ്പോൾ തുച്ഛമായ ചെലവിനുള്ള പൈസയ്ക്കുള്ള കച്ചവടമാണ് ഇപ്പോൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം
അവർക്ക് പണ്ടത്തെ പോലെ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ ഫ്രീ ആയിട്ട് കച്ചവടം നടത്താൻ പറ്റത്തില്ല. അമേരിക്ക ഓക്കെ പറഞ്ഞാലും ഇറാൻ ഓക്കെ പറയത്തില്ല. അതാണ് അവിടെ പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ ഈ പ്രതിസന്ധി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് മിഡിൽ ഈസ്റ്റിൽ നിന്നും എണ്ണ ഇറക്കാനും പരിമിതികളുണ്ട്. ഇനി അഥവാ നമ്മൾ എണ്ണ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഞാനിത് അവിടെ ഒരു ചാർട്ട് വെക്കുന്നുണ്ട്, നിങ്ങൾ നോക്കിക്കോളൂ. ഈ ചാർട്ടിൽ 2010 കഴിഞ്ഞിട്ട് ഒരു കയറ്റം നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. ഈ ചാർട്ട് വേറൊന്നുമല്ല, ഇത് അമേരിക്കയുടെ എണ്ണ വിൽപ്പനയുമായിട്ട് ബന്ധപ്പെട്ട ചാർട്ടാണ്. ഈ ചാർട്ടിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അമേരിക്ക 15 മില്യൺ ബാരൽ പെർ ഡേ ആണ് എണ്ണ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ. അതായത് ലോകത്ത് തന്നെ ഏറ്റവും വലിയ ഓയിൽ എക്സ്പോർട്ടർ ആരാണെന്ന് ചോദിച്ചാൽ അത് അമേരിക്കയാണ്. 15 മില്യൺ ബാരൽ പെർ ഡേ. സൗദി അറേബ്യ പോലും അത്രയും കച്ചവടം നടത്തുന്നില്ല. ഇതാണ് നിലവിലെ സാഹചര്യം. അമേരിക്കയുടെ ഈ എണ്ണ കച്ചവടം, ഇതിലേക്കുള്ള താല്പര്യം, എണ്ണ കമ്പോളം മൊത്തത്തിൽ സ്വന്തമാക്കാനുള്ള ഒരു പുറപ്പാട്, അതുകൊണ്ടാണ് അവർ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ ഒരു ലോങ് വാർ ഡോക്ട്രിൻ ഫോളോ ചെയ്യുന്നത്. ഈ ലോങ് വാർ ഡോക്ട്രിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലൊക്കെ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടെങ്കിൽ ആ കോൺഫ്ലിക്റ്റുകളെ അമേരിക്കയ്ക്ക് അനുകൂലമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്നതാണ് ആദ്യത്തെ പോയിന്റ്. അതാണ് ഈ ലോങ് വാർ സ്ട്രാറ്റജി. അതായത് എവിടെയെങ്കിലൊക്കെ ഒരു വഴക്ക് നടന്നുകൊണ്ടിരിക്കുന്നെങ്കിൽ അവിടെ പോയിട്ട് ഇടപെട്ടിട്ട് ഞാൻ മധ്യസ്ഥം വഹിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പോയിട്ട് ഇടപെട്ടിട്ട് എന്തെങ്കിലുമൊക്കെ ബെനിഫിറ്റ്. ഫോർ എക്സാമ്പിൾ, റഷ്യ ഉക്രൈൻ യുദ്ധം നിങ്ങൾ നോക്കുക. ഉക്രൈൻ്റെ റെയർ എർത്ത് എലമെന്റ്സ് വരെ അമേരിക്ക എഴുതി വാങ്ങിച്ചിട്ടുണ്ട്. എന്നാൽ ഈ യുദ്ധം തുടങ്ങാൻ കാരണമായതും അമേരിക്ക തന്നെയാണ്. പകുതി വഴിക്ക് വെച്ചിട്ട് സപ്പോർട്ട് പിൻവലിച്ചു. എന്നാൽ ഉക്രൈന് പിൻവലിക്കാൻ പറ്റിയിട്ടില്ല. ഉക്രൈൻ ആ യുദ്ധം മുന്നോട്ട് തുടർന്ന് കൊണ്ടുപോകേണ്ട സാഹചര്യം. ഇപ്പോൾ ഉക്രൈനിൽ സെലൻസ്കി പറഞ്ഞിരിക്കുന്നത് ഈ ഇറാൻ യുദ്ധം കൊണ്ട് ഉക്രൈനിലെ സെലൻസ്കിക്ക് കിട്ടാനിരുന്ന കുറെ ആയുധങ്ങൾ കിട്ടിയില്ല, അപ്പോൾ അതുകൊണ്ട് ഷോർട്ടേജ് ഉണ്ടെന്നുള്ള പരാതിയുമായിട്ടാണ് ഇപ്പോൾ സെലൻസ്കി മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇതേപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഒരു സൈഡിൽ. ഈ സാഹചര്യത്തിലാണ് അമേരിക്ക ഇന്ത്യക്ക് മേലിലും ചൈനയ്ക്ക് മേലിലും ഇങ്ങനൊരു സമ്മർദ്ദമായിട്ട് വന്നിരിക്കുന്നത്. ഇന്ത്യ അതിനെ നേരിടുന്നത് വേറെ രീതിയിലായിരിക്കും, പക്ഷേ ചൈന അതിനെ നേരിടുന്നത് മറ്റൊരു രീതിയിലായിരിക്കും. പക്ഷേ ചൈനയ്ക്ക് ഇപ്പോൾ നിലവിൽ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ടുണ്ട്. യെസ്, ബിക്കോസ് ഇറാന്റെ സൈഡിൽ നിന്നും അവർക്ക് എണ്ണ കിട്ടുന്നില്ല. ഇറാന്റെ 85% ഓയിലും ചൈനയാണ് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അതിപ്പോൾ തടസ്സപ്പെട്ടിരിക്കുകയാണ്. റഷ്യ ചൈനയ്ക്ക് ഓപ്പൺ ആയിട്ട് തന്നെ ഓഫർ ചെയ്തിട്ടുണ്ട്. അതായത് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ തരാം, അത് കണ്ടിന്യൂ ചെയ്യാമെന്നുള്ള ആ ഒരു ഓഫർ റഷ്യ മുന്നോട്ട് വെക്കുന്നുണ്ട്. അമേരിക്കയുടെ നിർദ്ദേശങ്ങളെ പണ്ട് മുതലേ ചൈന കാറ്റിൽ പറത്തിക്കൊണ്ട് അവര് കൃത്യമായിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ് ചൈന. അതിനകത്ത് കൂടുതലൊന്നും ചിന്തിക്കേണ്ടതില്ല. അത് തീർച്ചയായിട്ടും ചൈനയുടെ വഴിക്ക് തന്നെ അത് നടപ്പിലാക്കും. അതേപോലെ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് ഫുള്ളി ബ്ലോക്ക്ഡ് ആണ്. അമേരിക്ക അതിനെ കൃത്യമായിട്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇറാന്റെ സൈഡിന് മാത്രം. ഇറാനിലേക്ക് ഒരു കപ്പൽ ചരക്ക് കൊണ്ടുപോകാനോ എണ്ണ കൊണ്ടുപോകാനോ അല്ലെങ്കിൽ ഇറാനിൽ നിന്നും എണ്ണ ഓയിൽ കയറ്റുമതി ചെയ്ത് പുറത്തേക്ക് കൊണ്ടുപോകാനോ കഴിയില്ല. അത് നിർത്തി വെച്ചിരിക്കുകയാണ്. ഇത് ശരിക്കും ഹെസ്ബുള്ളയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണെന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് ഗാലിബാഫ്, ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ പറഞ്ഞിരിക്കുന്നത്, അതായത് ഹെസ്ബുള്ളയുടെ വിഷയത്തിൽ ഒരു തീരുമാനം ഉണ്ടാകാതെ ഞങ്ങൾ നെഗോസിയേഷനുമായിട്ട് മുന്നോട്ട് വരില്ല എന്നുള്ളതാണ് ഗാലിബാഫിന്റെ സ്റ്റേറ്റ്മെന്റ്. അതൊരു സൈഡിൽ നിൽക്കട്ടെ. പാകിസ്ഥാന്റെ അസീം മുനീർ അവിടെ എത്തിയിട്ട് ഒരു കാര്യങ്ങൾ നടന്നിട്ടില്ല. ഇറാൻ പരമാവധി പാകിസ്ഥാനടുത്ത് ചോദിച്ചിരിക്കുന്നത്, നിങ്ങൾ അമേരിക്കയുടെ വാക്കും കേട്ടുകൊണ്ട് ഈ വ്യാപാര പാത, ഈ ഒരു കമേഴ്ഷ്യൽ റൂട്ട് നിങ്ങൾ ക്ലോസ് ചെയ്യരുത്. ഞങ്ങൾക്ക് സെൻട്രൽ ഏഷ്യ വരെ കച്ചവടം നടത്താനും ഞങ്ങൾക്ക് ഫുഡ് ഐറ്റംസ് അതേപോലെ ഞങ്ങളുടെ ഫുഡ് സെക്യൂരിറ്റിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിലവിൽ ഈ യുദ്ധ സാഹചര്യത്തിൽ ഈ പാകിസ്ഥാൻ റൂട്ട്. അപ്പോൾ അതുകൊണ്ട് ഈ റൂട്ട് ക്ലോസ് ചെയ്യരുത് എന്നുള്ള അഭ്യർത്ഥനയാണ് ഇറാൻ പാകിസ്ഥാൻ്റെ അടുത്ത് ഒരു റിക്വസ്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ സ്കോട്ട് ബെസന്റ് ഒരു കാര്യം കൂടി പറയുന്നുണ്ടായിരുന്നു. പണ്ടൊക്കെ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയാലും ബ്ലാക്ക് മാർക്കറ്റിലൂടെ പർച്ചേസിങ് നടന്നിട്ടുണ്ടായിരുന്നു. ആ ബ്ലാക്ക് മാർക്കറ്റ് പർച്ചേസ് ഇനി നടത്തരുത്, അത് അമേരിക്ക കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യും എന്നും കൂടി പുള്ളിക്കാരൻ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ ഇത്തവണത്തെ ബ്രിക്സ് സബ്മിറ്റ് വളരെ എഫക്റ്റീവായിട്ട് തന്നെ നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബ്രിക്സ് പ്ലസ് ഇന്ത്യയും UAEയും ഇതിൽ വളരെ ഫോക്കസ് ആയിട്ടുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. ബ്രിക്സ് രാജ്യങ്ങളുടെ എക്കോണമി സ്ട്രെങ്തൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് UAEയും ഇന്ത്യയും സംയുക്തമായ രീതിയിൽ പ്രവർത്തിക്കുന്നത്. അതുപോലെ ഇത്തവണ മൊറീഷ്യസ് എന്ന് പറഞ്ഞ രാജ്യത്തിനെയും കൂടി ഇന്ത്യ ക്ഷണിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ബ്രിക്സ് കൂട്ടായ്മ വളരെ ശക്തമായി തന്നെ ഇന്ത്യ നടത്തും. അമേരിക്കയെ ബാധിക്കുന്ന വിഷയമല്ല, ഈ കൂട്ടായ്മയിൽ അമേരിക്ക മെമ്പറും അല്ല, അപ്പൊ അതുകൊണ്ട് അമേരിക്കയെ ബാധിക്കുന്ന വിഷയമല്ല. അപ്പൊ അതുകൊണ്ട് ഈ ബ്രിക്സ് കൂട്ടായ്മയിൽ ഇതിനകത്ത് മറ്റുള്ള ഗ്ലോബൽ ഇഷ്യൂസ്, യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഇതിനകത്ത് ചർച്ചയ്ക്ക് വരില്ല. അത് പണ്ട് തൊട്ടേ അങ്ങനെയാണ്. ബ്രിക്സ് ഒരു എക്കണോമിക് ഫോറമായിട്ട് തന്നെയാണ് ഇന്ത്യ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ആ രീതിയിൽ പോർട്രേ ചെയ്ത് കാണിക്കാനാണ് ഇന്ത്യയും ആഗ്രഹിക്കുന്നത്. എക്കോണമി, ട്രേഡ്, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വിഷയങ്ങൾ ശക്തമായ രീതിയിൽ ഇന്ത്യ ഈ ഒരു ബ്രിക്സ് സബ്മിറ്റ് നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെ തുടർന്ന് ഒരു വിഷയം കൂടി പറയാനുള്ളത്, ബ്രിക്സ് സബ്മിറ്റ് നടക്കുന്ന സമയത്ത് ട്രംപിന്റെ വിയോജിപ്പ് രേഖപ്പെടുത്തും. അത് ഡീഡോളറൈസേഷനുള്ള പദ്ധതിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരും. അങ്ങനെയുള്ള പല ഉടായ്പകളും ട്രംപ് ഇറക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അത് ഇന്ത്യ അവഗണിച്ച് ഇന്ത്യ ബ്രിക്സ് പോസിറ്റീവായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതുപോലെ അമേരിക്ക പറഞ്ഞിരിക്കുന്ന വിഷയം, IRGCയുമായിട്ട് ബന്ധപ്പെട്ട 36 സ്ഥാപനങ്ങളെ വീണ്ടും ഉപരോധിക്കുകയാണ്, സാങ്ഷൻ ഏർപ്പെടുത്തുകയാണ് ഈ സ്ഥാപനങ്ങൾക്ക് നേരെ. ഇതിൽ പരമാവധി സ്ഥാപനങ്ങൾ ചൈനയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ചൈനയാണ് ഏറ്റവും കൂടുതൽ IRGCയുമായിട്ട് കമ്മ്യൂണിക്കേഷനിലുള്ളത്. അതുപോലെ തന്നെ റഷ്യയ്ക്ക് വേണ്ടിയിട്ടുള്ള പല പേയ്മെന്റ്സും ചൈന റിസീവ് ചെയ്യുന്നുണ്ട്. അപ്പം അത്തരത്തിലുള്ള കമ്പനികളെ കൃത്യമായിട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് സാങ്ഷൻ ഏർപ്പെടുത്താൻ വേണ്ടിയിട്ട് അമേരിക്ക
36 കമ്പനികളുടെ പേര് പുറത്തുവിട്ടിട്ടുണ്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്, ഇനി ഹിസ്ബുള്ളയുടെ കാര്യത്തിൽ എന്ത് തീരുമാനമാകും ഇല്ല എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ ഹിസ്ബുള്ള എന്ന് പറഞ്ഞ ആ ഒരു സംഘടനയെ ഞങ്ങൾ തൂത്തുപറക്കി കളയാതെ ഞങ്ങളുടെ ഗ്രൗണ്ട് ഓപ്പറേഷൻ അവസാനിക്കില്ല എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇറാന്റെ നിർദ്ദേശം എന്താണ്? ഹെസ്ബുള്ളയ്ക്ക് വേണ്ടിയുള്ള ആക്രമണം നിർത്തണം. പക്ഷെ അമേരിക്ക പറഞ്ഞിരിക്കുന്നത് നോക്കിക്കോണം, 1948 ശേഷം ആദ്യമായിട്ടാണ് ഇസ്രായേലും ലെബനനും തമ്മിലുള്ള ഒരു ചർച്ച, ഡയറക്റ്റ് ചർച്ച നടക്കുന്നത്, അതും അമേരിക്കയുടെ നേതൃത്വത്തിൽ. ഇതൊരു ഹിസ്റ്റോറിക്കൽ ഈവന്റ് ആണെന്നാണ് അമേരിക്ക വിശേഷിപ്പിക്കുന്നത്. അതേസമയം ഇവിടെ ഒരു ട്രൈആംഗിൾ പ്രഷർ പോളിസി ഇവിടെ റൺ ചെയ്യുന്നുണ്ട്. ഇതിൽ ഒരു പ്രഷർ പോളിസി എന്ന് പറഞ്ഞാൽ അമേരിക്ക ലെബനാനെ പ്രഷർ ചെയ്യുന്നു. എന്തിനാണ് അമേരിക്ക ലെബനാനെ പ്രഷർ ചെയ്യുന്നത്? നിങ്ങൾ ഹെസ്ബുള്ളയെ ഒതുക്കിക്കൊണ്ട് ഇസ്രായേലിനോടൊപ്പം ചേർന്ന് ഏറ്റവും കൂടുതൽ നാഷണൽ സെക്യൂരിറ്റി ഉറപ്പുവരുത്തിക്കൊണ്ട് ഇസ്രായേലിന്റെ ബോർഡർ സുരക്ഷിതമാക്കിക്കൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്, ഫോറിൻ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ഡിപ്ലോമാറ്റിക് ചാനൽ റിലേഷൻഷിപ്പ് ഇസ്രായേലുമായിട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് അമേരിക്കയുടെ പ്രഷർ. അത് ലെബനാൻ സർക്കാരിനോടാണ് അമേരിക്ക പ്രഷർ ചെയ്യുന്നത്. പക്ഷെ അതേസമയം ലെബനാൻ ആണെന്നുണ്ടെങ്കിൽ ഡബിൾ സ്റ്റാൻഡ് ആണ്. ലെബനാൻ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഹിസ്ബുള്ളയെ മൊത്തത്തിൽ മാറ്റി നിർത്താൻ കഴിയുകയില്ല. പക്ഷെ അതേസമയം അവർക്ക് ഇസ്രായേലിനോട് ബന്ധം വേണം താനും. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ ഇസ്രായേലിനെ എതിർത്തുകൊണ്ട് ലെബനാനിന്റെ മുന്നോട്ട് പോകുമെങ്കിൽ അതിജീവനം വളരെ പ്രയാസകരമാണ്. പക്ഷെ അതേസമയം ഹിസ്ബുള്ള ഇപ്പം ഓൾമോസ്റ്റ് ക്ഷയിച്ചിരിക്കുന്ന അവസ്ഥയിലാണ്. ശരിയാണ്, അവരുടെ പക്കൽ കുറച്ച് റോക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും കൂടി കണ്ടെത്തി നശിപ്പിച്ച് കളഞ്ഞാൽ പിന്നെ ഹിസ്ബുള്ള അവിടെ ഒരു വിഷയമേ അല്ല എന്നുള്ളതാണ് പൊതുവിൽ അങ്ങനെയാണ് വിലയിരുത്തപ്പെടുന്നത്. പക്ഷെ ഇതേ സാഹചര്യത്തിൽ അമേരിക്കയുമായിട്ട് ഒരു നെഗോസിയേഷൻ ചർച്ചയ്ക്ക് ഇറാൻ വന്ന് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഹെസ്ബുള്ളയ്ക്ക് മേലുള്ള ആക്രമണം നിർത്തണമെന്നാണ് ഇറാന്റെ വാദം. അവിടെ അമേരിക്ക ഇസ്രായേലിന്റെ അടുത്ത് പ്രഷർ ചെയ്തിട്ട് ഹെസ്ബുള്ളയ്ക്ക് നേരെയുള്ള ആക്രമണം നിർത്തണമെന്നാണോ പറയുക? അല്ലാന്നുണ്ടെങ്കിൽ ലെബനാന്റെ സർക്കാരിനെ പിന്തുണച്ചുകൊണ്ട് നിങ്ങൾ ഇസ്രായേലിനോടൊപ്പം നിൽക്കുക, എന്നിട്ട് ഹെസ്ബുള്ളയെ ഒതുക്കുക എന്നുള്ള തരത്തിൽ അമേരിക്ക ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. ഇപ്പം അതൊരിക്കലും ഹിസ്ബുള്ളയെ രക്ഷപ്പെടുത്തില്ല. കാരണം ഹിസ്ബുള്ളയ്ക്കെതിരെയുള്ള ആക്രമണം ഇസ്രായേൽ ശക്തമായിട്ട് തുടരും. അതിൽ അമേരിക്ക ഇൻവോൾവ് അല്ല. അതാണ് പൊതുവിൽ ഇസ്രായേൽ പറഞ്ഞു വെക്കുന്നത്. അമേരിക്കയ്ക്ക് അവിടെ സ്റ്റേക്ക് ഇല്ല, അവിടെ ഇസ്രായേലിനാണ് ഫുൾ സ്റ്റേക്ക്. അതുകൊണ്ട് ഇറാന്റെ പ്രഷർ പോളിസി അമേരിക്കയുടെ മുന്നിൽ വില പോവില്ല. അതിന് പകരം നിങ്ങൾ നേരെ മറിച്ച് നോക്കൂ. നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ 20ഓളം കപ്പലുകൾ ഇറാന്റെ പോർട്ടിൽ നിന്നും ദിവസേന കടന്നു പൊയ്ക്കൊണ്ടിരുന്ന സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് ഇറാന് ആക്സസ് ഇല്ലാത്ത രീതിയിൽ അമേരിക്ക ഒരു ഹൈ പ്രഷർ പോളിസി അപ്ലൈ ചെയ്ത് അതിനെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്, സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിനെ. ഇവിടെയാണ് ഇറാൻ പെട്ടത്. അപ്പൊ ഇപ്പൊ ഇറാന് ശരിക്കും ഹിസ്ബുള്ളയ്ക്ക് വേണ്ടി പോലും നിലപാട് ഉയർത്തിപ്പിടിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ്. കാരണം അത്രമാത്രം അവർക്ക് ട്രേഡ് എക്കോണമി നഷ്ടപ്പെടുന്നുണ്ട് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ. അപ്പൊ അതുകൊണ്ട് അമേരിക്കയ്ക്ക് ഇപ്പം ലെവറേജ് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് ഇറാൻ ചർച്ചയ്ക്ക് വഴങ്ങിയേ പറ്റൂ. ആ മാതൃകയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോക്ക്. ഇത്തരത്തില് ലാർജ് വാർ ഡോക്ട്രിനൊക്കെ അപ്ലൈ ചെയ്ത് കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കുന്നെങ്കിലും അമേരിക്ക ലാർജ് നമ്പർ ഓഫ് ട്രൂപ്പിനെ മിഡിൽ ഈസ്റ്റിൽ വിന്യസിച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് പറഞ്ഞാൽ അതൊരു മുന്നൊരുക്കം. കാരണം സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് ടെൻസ്ഡ് ആയിട്ട് തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ അമേരിക്കൻ ട്രൂപ്പിനെ അവർ ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത്. മോർ നമ്പേഴ്സ് അവർ ഇപ്പോൾ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് നമ്പേഴ്സ്. റൊമാനിയ എന്ന് പറഞ്ഞ രാജ്യം അറിയാമല്ലോ, ഒരു യൂറോപ്യൻ കൺട്രിയാണ്. ശരിക്കും മോൾഡോവയുടെ തൊട്ടടുത്ത് ഉക്രൈൻ്റെ തൊട്ടിപ്പുറത്ത് കിടക്കുന്ന രാജ്യമാണ് റൊമാനിയ. ഈ റൊമാനിയ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ രാജ്യത്ത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ലൂക്കോയിൽ. ഈ ലൂക്കോയിലാണ് ഏറ്റവും കൂടുതൽ റൊമാനിയയിൽ ഓയിൽ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്, റിഫൈൻഡ് ഓയിൽ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കമ്പനിക്കെതിരെ അമേരിക്ക സാങ്ഷൻസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ റൊമാനിയ കടുത്ത എനർജി പ്രശ്നത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ ലൂക്കോയിൽ കമ്പനിയെ സാങ്ഷനിൽ നിന്നും ഒഴിവാക്കി തരണം. അത് പ്രത്യേകിച്ച് റൊമാനിയയ്ക്കുള്ളിലുള്ള കമ്പനിയെങ്കിലും ഒഴിവാക്കി തരണം. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് എനർജി ക്രൈസിസ് പരിഹരിക്കാൻ പറ്റും എന്നുള്ള ഒരു അഭ്യർത്ഥന റൊമാനിയൻ ഗവൺമെന്റ് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന് ട്രംപ് പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. ഇത് പഴയ റിക്വസ്റ്റ് ആണ്. ഇപ്പോഴും യുദ്ധമൊക്കെ നടന്നുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ അവർ മിണ്ടാതിരുന്നതാണ്. പക്ഷെ ഇപ്പൊ വീണ്ടും എനർജി ക്രൈസിസ് രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് റൊമാനിയ ഈ പ്രപ്പോസൽ വീണ്ടും ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതേ സമയം നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം എന്ന് പറഞ്ഞാൽ IMF വാണിംഗ് കൊടുത്തിട്ടുണ്ട്. IMF അമേരിക്കൻ ഗവൺമെന്റിന് തന്നെയാണ് വാൺ ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് ബ്ലോക്കേഡ് ചെയ്ത് തന്നെയാണ് അവർ വാൺ ചെയ്തിരിക്കുന്നത്. കാരണം ഈ IMF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രാജ്യങ്ങൾക്കും ലോൺ കൊടുത്തിട്ട് പലിശ സഹിതം തിരിച്ചടവ് കൃത്യമായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് ചില ആക്ഷൻ പ്ലാനുകൾ ആ രാജ്യങ്ങൾക്ക് നൽകിയിട്ടുണ്ടാവും. അതായത് പലിശ ഇനത്തിൽ ഇത്ര വർധനം ഉണ്ടാവണം, കർഷകർക്ക് എയ്ഡ് കൊടുക്കണമെങ്കിൽ പോലും ഗവൺമെന്റ് IMFന്റെ പെർമിഷനോട് കൂടി മാത്രമേ ചെയ്യാൻ പറ്റൂ. IMFൽ നിന്നും ലോൺ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ ഫുൾ കാര്യങ്ങൾ വരവ് ചെലവ് മൊത്തത്തിൽ നോക്കുന്നത് പിന്നെ IMF ആയിരിക്കും. കാരണം അവർക്ക് മുടക്കുമുതലും പലിശയും തിരിച്ചു കിട്ടണേ, അതിന് വേണ്ടിയിട്ടുള്ള ചാർട്ടായിരിക്കും അവർ എഴുതി തരുന്നത്. അല്ലാതെ നമ്മുടെ നാട്ടിൽ ആരൊക്കെ പട്ടിണി കിടക്കുന്നു, നമ്മുടെ രാജ്യത്തെ ആൾക്കാർ കഴിക്കുന്നുണ്ടോ, ഭക്ഷണമുണ്ടോ, ഇതൊന്നും IMF നോക്കില്ല. IMFന് തിരിച്ചടവ് മസ്റ്റായിട്ട് നടന്നിരിക്കണം. IMF എന്ന് പറഞ്ഞാൽ ഒരു പലിശ കമ്പനിയാണ്. പലിശ കൃത്യമായിട്ട് കിട്ടിയിരിക്കണം, മുതലും കിട്ടിയിരിക്കണം. ആ മാതൃകയിൽ IMF ചില രാജ്യങ്ങളുടെ പേരെടുത്ത് പറഞ്ഞിട്ട്
ഇതെല്ലാം തന്നെ ക്രൈസിസിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു മുന്നറിയിപ്പ് അമേരിക്കയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ലെയറിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന രാജ്യങ്ങളിൽ പാകിസ്ഥാനും കൂടിയുണ്ട്. ലബനാൻ, ജോർദാൻ, ഈജിപ്റ്റ്, പാകിസ്ഥാൻ, ടുണീസിയ ഈ രാജ്യങ്ങളെയാണ് ഫസ്റ്റ് ലെവലിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അവിടെയൊക്കെ തന്നെ എനർജി ക്രൈസിസ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. വല്ലാത്ത പ്രതിസന്ധിയാണ് അവിടെ രൂപപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് IMF അറിയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് ലെയർ മൊറോക്കോ, ഇറ്റലി, എത്യോപ്യ, ശ്രീലങ്ക ഈ രാജ്യങ്ങൾ നെക്സ്റ്റ് ലെവലിൽ ഇരിക്കുകയാണ്. നെക്സ്റ്റ് എൻട്രി ലെവലിൽ ഇരിക്കുന്ന രാജ്യങ്ങളാണ് എനർജി ക്രൈസിസ്. ബംഗ്ലാദേശും കൂടി ഉണ്ട് കേട്ടോ. ഇറാഖ്, യമൻ, സുഡാൻ ഈ രാജ്യങ്ങളിലൊക്കെ ശരിക്കും എനർജി ക്രൈസിസ് മാത്രമല്ല, അവിടെ ഫുഡ് സെക്യൂരിറ്റിയുടെ പ്രശ്നങ്ങളും കൂടിയുണ്ട്. അവിടെ ആഭ്യന്തര കലാപങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ടും IMF പറയുന്നുണ്ട്. അമേരിക്ക ഇതൊക്കെ ഒരു സൈഡിൽ കൂടെ കേട്ട് മറ്റൊരു സൈഡിൽ കൂടെ കളഞ്ഞിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇറാൻ എത്രത്തോളം ഇത്തരം വാശി പിടിച്ച് നിന്നാലും ഒറ്റ ഡയലോഗ് മതി, ഞങ്ങളുടെ എണ്ണപ്പാടങ്ങൾ അമേരിക്കയ്ക്ക് കൊടുക്കുന്നുണ്ട്, അമേരിക്ക വന്ന് ഇവിടെ എണ്ണ ശുദ്ധീകരിച്ച് അവർക്ക് വേണ്ട രീതിയിൽ ഇത് വിറ്റഴിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് എന്തെങ്കിലും തന്നാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം വീഴും അമേരിക്ക, മൂക്കും കുത്തി വീഴും. പിന്നെ ഇസ്രായേലോ അതാരാണ് എന്ന് ചോദിക്കും അമേരിക്ക. ആ രീതിക്ക് ഇറാന്റെ എണ്ണപ്പാടങ്ങൾ മൊത്തം അമേരിക്കയ്ക്ക് വാടകയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. സ്റ്റേറ്റ് ഓഫ് ഹോർമോസ് അല്ല, എല്ലാം തുറക്കും. ഇസ്രായേലൊക്കെ കൂടും കൂടൊക്കെ എടുത്ത് പോയി ഇസ്രായേലിന്റെ ഉള്ളിൽ ഒതുങ്ങിയിരിക്കേണ്ടി വരും. പിന്നെ അവർക്ക് സ്വന്തമായിട്ട് അവർ എന്തെങ്കിലുമൊക്കെ നേടണം എന്നുണ്ടെങ്കിൽ പിന്നെ സ്വന്തമായിട്ട് പടം ഒരുതേണ്ടി വരും. അമേരിക്ക ടാറ്റ ബായ് പറഞ്ഞിട്ട് പോകും. അപ്പൊ ഇതാണ് നിലവിലെ സാഹചര്യം. ഇന്ത്യയെക്കുറിച്ച് IMF പറഞ്ഞിരിക്കുന്നത് ഈ ഫിസിക്കൽ ഇയറിൽ 2026-27 ഫിസിക്കൽ ഇയറിൽ ഫസ്റ്റ് ക്വാർട്ടറിൽ ഇന്ത്യ 7.6% ഗ്രോത്ത് റേറ്റ് ഉണ്ടാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതായത് 7.6% എന്ന് പറയുന്നത് വളരെ വലിയൊരു ഗ്രോത്ത് ആണ്. അതും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ, യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ത്യയുടെ ഒരു എക്കണോമിക് റിസലിയന്റ് അത് വളരെ പവർഫുൾ ആണ്. ഇന്ത്യയുടേതായിട്ടുള്ള വളർച്ച കാണിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് തന്നെ IMF ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പൊ ഇത് പോസിറ്റീവായിട്ട് ഇന്ത്യക്കുള്ളിൽ ഇൻവെസ്റ്റ്മെന്റുകൾ വരാൻ സാധ്യതയുള്ള ഒരു റിപ്പോർട്ടാണ്. അപ്പൊ എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.